ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താണെന്നറിയാൻ പോലും കാത്തുനിൽക്കാൻ പറ്റാതെ കേജ്രിവാളിന് ജയിലറയ്ക്കുള്ളിലേക്ക് മടങ്ങേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ജയിലഴികൾ എണ്ണി ജീവിതം തീർക്കുകയാണ് കേജ്രിവാൾ. ബിജെപിയുടെ മൂന്നാം വിജയം കേജ്രിവാൾ അറിഞ്ഞതും ജയിലറയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ്. ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് മോദി സർക്കാർ ഇനി വരില്ല എന്നും ബിജെപി ഇനി ഭരണത്തിലേക്ക് വരില്ല എന്നും കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നുമൊക്കെ കേജ്രിവാൾ വലിയ വായിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെല്ലാം തിരിച്ചടിയാണ് ലഭിച്ചത്. ജയിലറയ്ക്കുള്ളിൽ കേജ്രിവാളിന് ലഡ്ഡു വിതരണം നടത്താനും ബിജെപി മറന്നില്ല. തങ്ങളുടെ സന്തോഷം ബിജെപി കേജ്രിവാളിനെ അറിയിക്കുക തന്നെ ചെയ്തു. ഇപ്പോൾ കേജ്രിവാളിന്റെ ഭാര്യ സുനിതയ്ക്ക് ഡൽഹി ഹൈക്കോടതി വക 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കോടതി നടപടികൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് കേജ്രിവാളിന്റെ ഭാര്യ സുനിതയ്ക്ക് ഡൽഹി ഹൈക്കോടതി ശനിയാഴ്ച നോട്ടീസ് അയച്ചു. മാർച്ച് 28-ന് AAP നേതാവ് കോടതിയിൽ നൽകുന്ന മൊഴിയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഇല്ലാതാക്കാൻ സുനിത കേജ്രിവാളിനും ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കുമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മദ്യനയ കുംഭകോണ കേസിൽ കേജ്രിവാൾ അറസ്റ്റിലായതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലായപ്പോഴായിരുന്നു ഇത്. വീഡിയോ കോൺഫറൻസ് ചട്ടങ്ങൾ ലംഘിച്ചതിന് നടപടിയെടുക്കണമെന്ന പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഇടപെടൽ. കേസിലെ തന്റെ ഭാഗം അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ അവതരിപ്പിക്കുന്നതിന്റെ വീഡിയോയാണ് പോസ്റ്റ് ചെയ്യപ്പെട്ടത്. പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ് എന്നാണ് ഹർജിയിൽ ഉയർന്ന വാദം. ആവേശഭരിതമായ ഒരു പ്രസംഗത്തിൽ കേജ്രിവാൾ കോടതിയെ നേരിട്ട് അഭിസംബോധന ചെയ്യുകയും തന്റെ പാർട്ടിയെ തകർക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. തന്റെ പാർട്ടിക്ക് ലഭിച്ചതായി ആരോപിക്കപ്പെടുന്ന ഒരു കൈക്കൂലിയും അദ്ദേഹം കണ്ടെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തന്നെ അറസ്റ്റ് ചെയ്തു, പക്ഷേ ഒരു കോടതിയും കുറ്റക്കാരനാണെന്ന് തെളിയിച്ചില്ല. CBI അല്ലെങ്കിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ 31,000 പേജുകൾ ഫയൽ ചെയ്തു. ED 25,000 പേജുകൾ ഫയൽ ചെയ്തു. നിങ്ങളവ ഒരുമിച്ച് വായിച്ചാലും ചോദ്യം അവശേഷിക്കുന്നു എന്ന് കേജ്രിവാൾ കോടതിയിൽ പറഞ്ഞു. ഗവൺമെന്റ് സാക്ഷികളായി തീർന്ന അംഗങ്ങളുടെ അല്ലെങ്കിൽ കുറ്റാരോപിതരായ വ്യക്തികളുടെ മൊഴികളെക്കുറിച്ചും കേജ്രിവാൾ പരാമർശിച്ചു. അവർ തന്നെ കുറ്റപ്പെടുത്താൻ നിർബന്ധിതരാകുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കേജ്രിവാൾ 50 ദിവസത്തിലധികം ജയിലിൽ ചിലവഴിച്ചു. ദേശീയ തെരഞ്ഞെടുപ്പിനിടെ തന്റെ പാർട്ടിയുടെ പ്രചാരണത്തിൽ നിന്ന് AAP മേധാവിയെ തടയാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേജ്രിവാളിന് സുപ്രീം കോടതി ഒടുവിൽ ഇടക്കാല ജാമ്യം നൽകി.